രാമ 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 പാഹി മാം. രാമപാദം ചെയ്തു ചെന്നു വേഗമെൻ്റെ മാനസം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാവണശുക സംവാദം. പങ്ക്തി മുക്കനവനോട് ചോദിച്ചു ആനെന്തു നീ വൈകുവാൻ കാരണം ചൊൽകെടോ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാന വിരോധം വരുത്തിയതാരോ. തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടോ. രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുക്രൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിനാൻ. രാക്ഷസരാജപ്രവര ജയ ജയ മോക്ഷോപദേശ മാർഗേണ ചൊല്ലിയിടുവൻ. സിന്ധു തന്നുത്തര തീരോപരി ചെന്നുണ്ടരമെന്നിയേ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരേ. രാമ രാമ പ്രഭോ പാഹി പാഹിതി. ഞാൻ ആമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ടു ദൂതനെ വധ്യയനയപ്പിനയപ്പിന് ആദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരയച്ചാരതു കൊണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ. വാനര സൈന്യമെല്ലാം കണ്ടു പോന്നിതു മാനര വീരജ്ഞയാ സാദരം. പിന്നെ രഘുത്തമൻ എന്നോടു ചൊല്ലിനാൻ ചെന്നു രാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകിയിടു കൊന്നുകിലല്ലാകിലേതുമേ വയ്യാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുടറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കെന്നിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ട് അന്ധനായി പോയി വന്നിരുന്നു കൊണ്ട് ഭവാൻ. പോരുമതിനു ഫലമെങ്കിൽ എന്നോടു പോരിനായിക്കൊണ്ടു പുറപ്പെടുകാശു നീ. ലങ്കാപുരവും നിശാചര സേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തുന്നുള്ളിൽ വന്നിങ്ങ് പൂക്കൊരു ദോഷവുമാശു തീർത്തിയിടുവൻ. നക്തഞ്ചര കലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പാടുകാശു നീ എന്നരുൾ ചെയ്തിരു നീടിനാൻ. നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ച് നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടുകൊണ്ടാലും അസഖ്യം ബലദശ ഖണ്ഡപ്രഭോ കവിപുങ്കപാലിതം. പർവ്വത സന്നിഭൻ മായവർ വാനരർ വികലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ. ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം സഖ്യയുമാർക്കും ഗണിക്കാവതില്ലിഹ. സഖ്യാവതരം കാരായ കുമാരനും ഹുങ്കാരമാകിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീന മലറി നിൽക്കുന്നവർ 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാനുഴറ്റോടെ വാൾ പൊങ്ങിച്ചു. കാലനും പേടിച്ചു മണ്ടും അവനോടു നീലനാം സേനാപതി വഗ്നിനന്ദനൻ. അംഗദനാ കുമിളിയ രാജാവതിനങ്ങേതു പത്മകിഞ്ചൽക്ക സമപ്രഭൻ. വാൾ കൊണ്ട് ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദന ദൃശിംഗകോപമൻ. തൽപാശ്വാസസിഗ്നി നിൽക്കുന്നതു വാതജൻ ത്വൽശത്രുഘാതകൻ രാമചന്ദ്രപ്രിയൻ. സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവർ അനുഗ്രഹാം ശ്വേതൻ രജതസമപ്രഭൻ. രംഭനന്നേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹബലൻ. മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാഗവൈദ്യ നന്ദനന്മാരല്ലോ. സേതു കർത്താവായാം നളനതിങ്ങേതു ബോധമേറും വിശ്വകർമാവു തന്മകൻ. താരൻ പനസൻ കമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും
മാരുതി തൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാതി ശതബലി സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും കവിയൻ ഗവാക്ഷനും ശൂരൻ തതിമുഖൻ ജ്യോതിർമുഖനദി ഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ. ഇത്തരം വാനര നായകന്മാരേറു 17 കോടിയുണ്ടെന്നതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയും ഉണ്ടുതവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേയാംശം സംഭവന്മാരിവരേലും ശ്രീരാമദേവനും മാനുഷനല്ലാതിനാരായണാം പരൻ പുരുഷോത്തമൻ സീതയാകുന്നത് യോഗമായാദേവി സോദരൻ ലക്ഷ്മണനായ തനന്ദനം ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിക വഴി പോലെ വൈരമവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തൊന്നോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളിൽ ബദ്ധമായി ത്വങ്മാംസമേധോസ്തി മൂത്രമലങ്ങളാൽ സമ്മേളതമതി ദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവം അതിലുണ്ടായി വരും ജ്ഞാനമില്ലാത്ത ജനങ്ങൾക്കിതോർക്ക നീ. ഹന്തജടാത്മകമായ കായത്തിങ്കൽ എന്തൊരവസ്ഥ ഭവിക്കുന്നതും ധീമതാം യാതൊന്നു മൂലമാം ബ്രഹ്മഹത്യാദിയം പാതക കൗകങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടു രോഗാദിമൂലമായി സമ്പദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്ന് ജീവനും വന്നു കൂടുന്നു സുഖദുഃഖ ബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശേത്തന ചെയ്യുന്നു ജന്മമരണങ്ങളും അതുമൂലമായി സന്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു ശോകജരാ മരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളക നീ. ആത്മാവു നിർമ്മല നവ്യതയ ആത്മനാ കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്ക നീ കേവലം. പുത്തരാതാർത്ഥ ഗൃഹാദിവസ്തങ്ങളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക സുഖരാശ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നഗരാദികളിലുമുണ്ടല്ലോ ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതും കർമ്മഭൂവാമത്രേ ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകമോ ഭോഗത്തിലാഗ്രഹം. ധന്യനായുള്ളവനോർക്ക മഹാമതി പൗലസ്ത്യപുത്രനാം ബ്രഹ്മാഢ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോരതബോധനൻ എന്നിരക്കെ പുനരജാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങിയ സമസ്ത സംഘങ്ങളും നന്നായി പ്യൊരുത്തരിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നത് ആത്മപരന്യദ്വയൻ സീതയെ രാമന് കൊണ്ടക്കൊടുത്തൽ പാദപത്മാനി ചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്ന് വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ലായിലാശു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിലില്ലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോട് ചോദിച്ചു കൊൾകടോ. രാമേതി ജപിച്ചുകൊണ്ട് ആമയം വേറിട്ടു സാധിക്ക മോക്ഷവും സംസൽഗമത്തോടു രാമചന്ദ്രം ഭക്ത വത്സലം ലോകശരണ്യം ശരണതം ദേവം മരതക കാന്തി കാന്തകം രമാസേവിതം ജാമബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപുണം വിഭീഷണ സേവിതം
ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ മുക്തി വന്നിടും അതിനില്ല സംശയം. യുദ്ധം ശുഗവാഗയജ്ഞാനനാശനം ശ്രുത്യാ ദശാസനും ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായിപ്പോകും ശുഗനെന്നു തോന്നുമാർ അന്ത്യരോഷേണ നോക്കിയുര ചെയ്താൻ. വൃത്യനായുള്ള നീയാചാര്യനെപ്പോലെ നിസ്രഭം ശിക്ഷ ചൊൽവാനെന്തു കാരണം? പണ്ടു നീ ചെയ്തൊരുപകാരമോർക്കയാൽ ഉണ്ടു കാരുണ്യമെനിക്കതു കൊണ്ടു ഞാൻ. ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചതിന് മുന്നിൽ നിന്നാശു മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതരുതൊരു വാക്കുകൾ കേട്ടു പൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല. എന്നുടെ മുന്നിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു തന്മ മന്ദിരം പൊക്കിരിഞ്ഞിടിനാൻ. ശുഗന്റെ പൂർവവൃത്താന്തം. ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുഗൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാ ജ്ഞാനികളിൽ പ്രാധാനിത്യവും കൈക്കൊണ്ടു ദേവകൾക്കഭ്യുദയാർത്ഥമായി നിത്യവും ദേവാദികൾക്കു വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തു മേവീടിനാൻ. യോഗം ധരിച്ചു പ്രഭം വന്ന നിഷ്ഠയാ വൃന്ദാരകാഭ്യുദയധാർത്തിയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരേ. നിർജ്ജര വൈരികല ശ്രേഷ്ഠനാകിയ വജ്രദംശൻ മഹാദുഷ്ട നിശാചരൻ എന്തോന്നു നല്ലു ശുഗാപാകാരത്തിനെന്നന്തരവും പാർത്തിരിക്കും വിധൗ. കുംഭോത്ഭവ നാം അഗസ്ത്യൻ ശുഗാശ്രമേ സംപ്രാപ്തനായൊരു ദിവസം ബലാൽ സംപൂജിതനാമഗസ്ത്യബോധനൻ സംഭോജനാർത്ഥം നിയന്ത്രിതനാകയാൽ സ്ഥാനം ഗതേ മുനൗ കുംഭോദ്ഭവത യാതുദാനാധിപൻ വജ്രദംഷ്ട്രാസുരൻ ചെന്നാൻ അഗസ്ത്യരൂപം ധരിച്ചരന്തരാ ചൊന്നാൻ ശുഗനോടു മന്ദഹാസാന്വിതം. ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയിട്ടുണ്ടു മിഷ്ടമായുണ്ണേണമെന്ന് നമുക്കെടോ ചാകമാംസം വേണമല്ലോ കറിമമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ എന്നളവേ ശുഗൻ പത്നിയോടും തഥാ ചൊന്നാൻ. അതങ്ങനെ എന്നവളും ചൊന്നാൾ. മധ്യേ ശുഗപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയാ. മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുദ്ധനായി ക്ഷിപ്രം ശുങ്കനെ സ്തപിച്ചതു. മർത്തരെ ഭക്ഷിച്ചു രാക്ഷസനായിനി പൃഥ്വിയിൽ വാഴുക മത്ത പോവൈ ഭവാൻ. യുദ്ധം ശപിച്ചതു കേട്ടു ശുഗൻ താനും എത്രയും ചിത്രമിതെന്തൊരു കാരണം? മാംസോത്തരം ഭുജിക്കേണമെനിക്കൊന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലോ. പിന്നെ എന്തിനു കോപിച്ചു ശപിച്ചതുമെന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവോ. ചൊല്ലെന്തു പറഞ്ഞതു നീ സഖേ? നല്ല വൃത്താന്തമിതെന്നോടു ചൊല്ലണം എന്നതു കേട്ടു ശുഗനും അഗസ്ത്യനോട് അന്നേഷമാത്തു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷമെതി ജനത്തോടും വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജനം മാംസസമന്വിതം വേണമെന്ന് അഞ്ജസാ ഞാനത് കേട്ടു ചെയ്തതും. ഇത്തം ശുഗോക്തികൾ കേട്ടൊരഗസ്ത്യനും ചിത്തി മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തമുൾക്കാമ്പു കൊണ്ടു കണ്ടോരളവിൽ വൃത്താപമോടരുൾ ചെയ്താൻ അഗസ്ത്യനും. വഞ്ചിതന്മാരായി വയംഭത യാമിനീ സഞ്ചാരികളിതു ചെയ്തതു നിർണയം. ഞാനും അതിമൂഢനായി ചമഞ്ഞേൻ ബലാലൂനം വരാവിദിതന്മന്നുടെ മിഥ്യയായി വന്നു കൂടാമമ ഭാഷിതം. സത്യപ്രധാനല്ലോ നീയുമാകയാലെ നല്ലതു വന്നു കൂടും മേലിൽ നിർണയം. കല്യാണമായി ശാപമോക്ഷവും നിൽക്കവൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയി രാമസീമനെ വച്ചു കൊള്ളും ദൃഢം. രാവണഭൃത്യനായി നീയും വരും ചിരം കേവലം നീയവനിഷ്ഠനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്നൊരു ആകലമെന്നിയ ലങ്കാപുരാന്തികേ
നാലു പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലം അവസ്ഥയറിഞ്ഞു വന്നിടുവാൻ. നിന്നയക്കും ദശാനനൻ അന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങൾ ഒന്നിഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക. രാവണാത്മന തത്യോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശു നീ. രാക്ഷസ സ്വഭാവമുപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വം വന്നുകൂടും ദൃഢം. യുദ്ധമനുഗ്രഹിച്ചു കലോഷതോദ്ഭവൻ സത്യം തപോധന വാക്യം മനോഹരം. മാല്യവന്റെ വാക്യം. ചാരനായൊരു ശുകൻ പോയരനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതു രാവണമാവുതൻ പിതാഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ. സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തിയതോചിതം. കൈകസീ താതൻ മതിമാൻ വിനീതിമാൻ കൈകസീ നന്ദനൻ തന്നോടു ചൊല്ലിടിനാൻ. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്ത പോലെയനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങളെ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു. കണ്ടിലയോ നാശഹേതുക്കളായി ദശ കണ്ടപ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായിടി വെട്ടുന്നിതന്വഹം ചോരയും പെയ്തിതു തുഷ്ണമായത്രയും. ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരദഷ്ടാന്തിനം. നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു കരങ്ങൾ ജനിക്കുന്നു. മൂഷികന്മാർ ചാരനോടു പിണങ്ങുന്നു രോഷാൽ നലകുലങ്ങളോടു വൺവണ്ണമേ. പന്നകജാലം കരുണനോടും തഥാ നിന്നെ തീർത്തിടനാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനായി ഏറ്റം കരാളവികടനായി വർണ്ണവും പിംഗല കൃഷ്ണമായി സന്തതം. കാലനയുണ്ടു കാണുന്നിടത്തെല്ലാടവും കാലപാപത്തിനുള്ളോനിതു നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിന്നൈത്രവശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷു കൊള്ളുവാനേതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാദേ വച്ചു വന്ദിക്ക വൈകാതെ. രാമനാകുന്ന വിഷ്ണുനാരായണന് വിദ്വേഷമെല്ലാം ത്യജിച്ചു പതിച്ചു കൊള്ളുക. കദ്വയനാം പരമാത്മനാം അവ്യയം ശ്രീരാമപാദബോധം കണ്ടു സംസാരവാരാനിധിയെ കടക്കുന്നു യോഗികൾ. ഭക്തി കൊണ്ടന്ധകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ട് ഒട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസേ വംശത്തെ രക്ഷിച്ചു കൊള്ളുക. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പഥ്യം നിനക്കിതു ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാം മാല്യവാൻ വംശരക്ഷാർത്ഥനായി ചൊന്നതു കേട്ടു പൊരാഞ്ഞു ദശമുഖൻ. പിന്നെയം മാല്യവാൻ തന്നോടു ചൊല്ലിനാൻ. മാന്യവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം. മർക്കടാലംബരം നല്ല സാമർത്ഥ്യമെന്ന് ഉൾക്കാമ്പിലോർക്കുന്നവൻ ചളനെത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു നാം സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലും ഇന്നി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ടു നിർണയം. വൃദ്ധൻ ഭവാനതി സിഗ്നതാം മിത്രമേ ഉക്തികൾ കേട്ടാൻ പുറത്തുകൂടാ ദൃഢം. ഇതം പറഞ്ഞ മാത്യന്മാരുമായി ദശരഥ ഭക്തനും പ്രസാദമൂർത്തനി കരേറിനാൻ. യുദ്ധാരംഭം. വാനരസേനയും കണ്ടകമേ ബഹു മാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ. യുദ്ധത്തിനായി രജനീചര വീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധൗ. രാവണനെ കണ്ടു കോപിച്ചു രാഘവൻ ദേവനും സൗമിത്രിയോടും വിൽ വാങ്ങിനാൻ. 10 കിരീടവും കൈകളിരുപതും പുത്രനോടൊത്ത ശരീരവും ശൗര്യവും. 10 കിരീടങ്ങളും കടയും നിമിഷാർദ്ധേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി പരിചരിച്ചിടിനാൻ.
മുഖ്യപ്രശസ്ത പ്രമുഖ പ്രവരന്മാർ ഒക്കെവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കടം അത്യന്ത ഭീത്യ വസിക്കയില്ലത്ര നാം. ഭേരി മൃദംഗട കാപണ വാനാഗദാരുണ ഗോമൂത്യാദ്യങ്ങൾ വാദ്യങ്ങളും വാരണാശോഷ്ടരഹരി ശാർദൂല സൈരീപസ്യന്ത മുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂലേഷു ചാപ പ്രസാതമര മുൽഖൈരഷ്ടി ശക്തിച്ഛുരികാദികൾ ഹസ്തേ ധരിച്ചു കൊണ്ടസ്ത്യ ഭീത്യാം ജവം യുദ്ധസന്നദ്ധരായുദ്ധത ബുദ്ധിയോട് അബ്ദികളദ്രികളുർദ്ധിവിയും തൽക്ഷണം ഉദ്ധതമായതു സത്യലോകത്തോളം വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രദംഷ്ടൻ തഥാ ദക്ഷിണദിക്കിലും ത്രിംശവനരാരിയും മേഘനാഥൻ സദാ പശ്ചിമ ഗോപുരദ്വാരി പുക്കിടിനാൻ മിത്രവർഗമാമുത്യജനത്തോടും ഉത്തരദ്വാരി പുക്കാൻ ദശവക്ത്രനും നീലനും സേനയും പൂർവദിഗ്ഗോപുരേ ബാലിതനയനും ദക്ഷിണഗോപുരേ വായുതനയനും പശ്ചിമഗോപുരേ മായാമനുഷ്യനാമാദിനാരായണൻ മിത്രതനയ സൗമിത്രി വിഭീഷണൻ മിത്രസംയുക്തനായുത്തരദിക്കിലും യുദ്ധമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. 1000 കോടി മഹാകോടികളോടു 1000 അർബുദം ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 ധൂളികൾ 1000 തോയാകരപ്രളയങ്ങളെന്നിങ്ങനെ സഖ്യകളോടു കലർന്ന കപിബലം ലങ്കാപുരത്തെ വളഞ്ഞാലതിദ്രുതം പൊട്ടിച്ചെടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരഹം കൊണ്ടും ഉർവീതരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിടിനാർ. കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചടുക്കുന്നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടേറ്റു പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചക്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കന്തളങ്ങീട്ടികൾ മുൽക്കരപംക്തികൾ പിണ്ടിപാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകര പ്രഭ പൂണ്ട ശതഘ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരേന്തരും. ആർത്തിമൂത്തു ദശാനസ്യനവസ്ഥകൾ പേർത്തുമറിവാദിനായി അയച്ചിടിനാൻ ശാർദൂലനാദിയാം രാത്രിഞ്ചരന്മാരെ. രാത്രിയിൽ ചെന്നാലവരും കപികളായി മർക്കടന്മാരെന്നറിഞ്ഞു പിടിച്ചതിൻ ചുൽക്കടരോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്ധബുദ്ധ്യ കൊടുത്താൻ അഭയം ദ്രുതം. ചെന്നവരും ശുഖസാരണരെപ്പോലെ ചൊന്നത് കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്വജി ഹനുമാനുമായി ദശ കന്ദരൻ മൈഥിലി വാഴുമിടം പൊക്കാൻ. രാമശിരസ്സും ധനുസ്സുമിതെന്നുടൻ വാമാക്ഷിൻ മുന്നിൽ അമ്മാറു വച്ചിടിനാൻ. ആയുധേന കൊന്നു കൊണ്ടുപോന്നെന്നേനും മായയാ നിർമ്മിച്ചു വച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്ത് വിലാപിച്ചു മോഹിച്ചു. മുഗ്ധാംഗി വീണു കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ വിരവൊടു രാവണൻ തന്നെയും കൊണ്ടു പോന്നിടിനാൻ. അന്നേരം വൈദേഹി തന്നോട് ചൊന്നാൾ സരമയും ഖേദമശേഷം അകലെക്കളക നീ എല്ലാം ചതിയെന്നു തേറിയിടുതൊക്കവേ നല്ലവണ്ണം വരും നാളുള്ളിലൊരു എങ്ങനെല്ലതു സംശയം കല്യാണദേവതേ. വല്ലഭൻ കൊല്ലും ദശാസ്യനെ നിർണയം യുദ്ധം സമാരമസാവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നിടിനാൻ സീതയും. മംഗലദേവത വല്ലഭനാജ്ഞവശാൽ അംഗദൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ. ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിലാ മാറു വച്ചിടുക പോകാതെ വൈകാതെ.
യുദ്ധത്തിൽ ആശു പുറപ്പെടുകില്ലാകിൽ ഉദ്ലത്തൽ പൂണ്ടുടച്ചിലങ്ങിരിക്കലും രാക്ഷസസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോടു കൂടവേ സംഹരിച്ചിടുവാൻ ബാണമെയ്തെന്നുടെ സിംഹനാദം കേട്ടതില്ലയോ രാവണ? ജാന്യാത ഘോഷവും കേട്ടതില്ലേ ഭവാൻ? നാണം നിനക്കേതുമില്ലയോ മാനസേ? യുദ്ധം അധിക്ഷേപ വാക്കുകൾ കേട്ടതി ക്രുദ്ധനായോരു രാത്രീഞ്ചര വീരനും വൃത്രാരിപുത്ര തനയനേക്കനെ കൊൾകെന്നു നക്തഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൻ. ചെന്നു പിടിച്ചാർ നിശാചര വീരരും കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കപീന്ദ്രനും. പിന്നെയപ്രാസാദവും തകർത്തിടിനാൻ ഒന്നു കുതിച്ചങ്ങുയർന്നു വേഗേന പോയി. മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെയുണർത്തിനാൻ അംഗദൻ. പിന്നെ സുശേഷണൻ കമുദൻ നളൻ ഗജൻ ധന്യൻ കവയൻ ഗവാക്ഷൻ മരുസൂദൻ എന്നിവരാദിയാം വാനര വീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങുന്നിരത്തിനാർ. കല്ലും മലയും മരവും ധരിച്ചാശു നില്ലെന്നു പറഞ്ഞെടുക്കുന്നേരം ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമഴുകുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ കഥകളും ബിണ്ടിപാലങ്ങളും മുൾക്കരജാലവും ചക്രങ്ങളും പരിഘട്ടങ്ങളും ഈട്ടികൾ ശുക്രചക്രങ്ങളും മറ്റുമിതാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ആയോധത്തിനടുത്തൊരക്കരും വാരണനാദവും വാജികൾ നാദവും രാക്ഷസ ആർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കപികൾ നിന്നാദവും തിങ്ങി മുഴുങ്ങിപ്പുഴുങ്ങി പ്രപഞ്ചവും എങ്ങുമിടതൂർന്നു മാറ്റൊലി കൊണ്ടുതേ ചെമ്പാരി മുമ്പാം നിരിമ്പരും കിന്നര കിംപുരുഷോരക ഗുഹ്യവും സംഘവും ഗന്ധർവസിദ്ധ്യ വിദ്യാധര ചരണ അദ്യ നിരീക്ഷാന്തരേ സഞ്ചരിക്കും ജനം നാരദാദികളായ മുനികളും ഘോരമായുള്ള ദുഃഖം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരൂഹ്യ പുരുഷാന്തരെ നിറഞ്ഞിടിനാൻ. തുങ്കനാം ഇന്ദ്രജിത്ത് ഏറ്റതാനതു നേരം അംഗദൻ തന്നോടതിന്നു കപീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. മിത്രതനയൻ പ്രഹസ്തനോടേറ്റിതു മിത്രാരിയോടും വിഭീഷണ വീരനും നീലൻ നികമ്പനോടേറ്റാൻ തപനനെ കാലപുരത്തിനയച്ചടാൻ മഹാഗജൻ. ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടത ലക്ഷ്മീപതിയാം ജഗൂത്തമൻ തന്നോടു രക്ഷധ്വജാതികൾ 10 പേർ തൽക്ഷണേ പോർ ചെയ്തു പൂക്കാസുരാലയം. വാനരന്മാർക്കു ജയം വന്നിതന്നേരം ഭാനുവും വാരിധു തന്നിൽ വിനീടിനാൻ. ഇന്ദ്രജാത്മനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്താംബരാന്തേ മറഞ്ഞിടിനാൻ. നാഗസ്ത്രമെയ്ത് മോഹിപ്പിച്ചിതു ബദരാഘവന്മാരെയും വാനരന്മാരെയും വന്ന കപികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ വെന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവീടിനാൻ. താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും ഹാഹാ വിഷാദേന ദുഃഖവിഷണ്ണരായി മോഹിതന്മാരായി മരുവും ദശാന്തരേ. സപ്തദീപങ്ങളും സപ്തവർണ്ണവർണ്ണങ്ങളും സപ്താചലങ്ങളും ഉത്ക്ഷോഭമാം വണ്ണം സപ്താശകോടി തേജോമയനായി സുവർ നാദ്രി ഭവനാശനനാശനൻ അബ്ദിതോയം ദിത്വാ ഭിത്യാസ്വഭക്ഷയും ശോധൂതലോകത്രയങ്ങളോദിത്രുതം നാകാരിരാമപാദം വണങ്ങിടിനാൻ. നാഗസ്ത്രബന്ധനം തീർന്നിതു തൽക്ഷണേ ശാഖാമൃഗങ്ങളും അസ്ത്ര നിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ. ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരന് ബദ്ധസമോദനം അനുഗ്രഹം നൽകിനാൻ. കൂപ്പിത്തൊഴുതനുവാദം കൈക്കൊണ്ടു മേൽപോട്ടു പോയി മറഞ്ഞിടിനാൻ താർഷ്യവും. മുന്നേതിലും ബലവീര്യവേഗങ്ങൾ പൂണ്ടുന്നതന്മാരാം കപിവരന്മാരെല്ലാം മന്നവൻ തന്നിയോഗേന മരങ്ങളും
കുന്നും മലയും എടുത്തറിഞ്ഞിടിനാർ. വന്ന ശത്രുക്കളെ കൊന്ന് മമാത്മജൻ മന്ദിരം പൊക്കിരിക്കുന്നതിൽ മുന്നമേ വന്നാരം അവരുമിന്നെങ്ങെന്തൊരു വിസ്മയം. നന്ദനെന്നത്രയുമെന്നേ പറയാവൂ, ചെന്നറിഞ്ഞിടുവനെന്തൊരു ഘോഷമിതെന്നു ദശാനനെ ചെന്നോരനന്തരം. ചെന്നു ദൂതന്മാർ അറിഞ്ഞു ദശാനനൻ തന്നോടു ചൊല്ലിനാർ വൃത്താന്തമൊക്കവേ. വീര്യബലവേഗമിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കപികൂലം ഹസ്തങ്ങൾ തോറും അലാതവും കൈക്കൊണ്ടു ഭിത്തി തന്നുത്തമം മാങ്കത്തിന്മേൽ നിൽന്നുറോർ. നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടൂ കാണുകളെന്നിലെന്നാർത്തു പറകയും കേട്ടതില്ല ഭാവനെന്നവർ ചൊന്നതും. കേട്ടു ദശാസനും കോപേന ചൊല്ലിനാൻ, മാനവന്മാരെയുമേറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോക ധൂമ്രാക്ഷൻ പടയോടു കൂടവേ. വേഗേന യുദ്ധം ജയിച്ചു വരിക നീ. യുദ്ധമനുഗ്രഹം ചെയ്തച്ഛനന്ദതി ക്രുദ്ധനാം ധൂമ്രാക്ഷനും നടന്നിടിനാൻ. ഉച്ചൈകസ്തരചരമായ വാദ്യഘോഷത്തോടും പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. മാരുതിയോടെതിർത്താൻ അവനും ചെന്നു ദാരുണമായതു യുദ്ധവുമെത്രയും. ബലശിവൻ മഴുകന്തം ശരാസനം ശൂലം മുസലം പരിഖദാദികൾ കൈക്കൊണ്ടു വാരണവാജിരഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസവീരരും. കല്ലും മരവും മലയുമായി പർവ്വതം തുല്യശരീരികളായ കപികളും തങ്ങളിലേറ്റ പൊരുതു മരിച്ചിതം ഒട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ. ചോരയും മാറായൊഴുകി പലവഴി ശൂരപ്രവരനാം മാരുതി തൽക്ഷണി ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെയടർത്തിത്തൊന്നെന്നറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശുഗതയുമെടുത്തവൻ പാരിലമാറു ധൂമ്രാക്ഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായിതു മാരുതിക്കുള്ളിൽ വർദ്ധിച്ചിതു കോപവും. രാത്രിഞ്ചരരിയു കൊടുക്കി തുടങ്ങിനാൻ ആർത്തി മുഴുത്തതു കണ്ടു ധൂമ്രാക്ഷനും. മാരുതിയെ കഥ കൊണ്ടടിച്ചിടിനാൻ ധീരതയോടന്നിന്നാകുലമെന്നിയെ. ഭാരം വളർന്നൊരു കോപവിവശനായി മാരുതി രണ്ടാമതൊന്നറിഞ്ഞിടിനാൻ. ധീരതയോടതിനാകുലമെന്നിയെ ഭാരം വളർന്നൊരു കോപവിവശനായി മാരുതി രണ്ടാമതൊന്നറിഞ്ഞിടിനാൻ. ധൂമ്രാക്ഷനേറും കൊണ്ടുംബർ പുരത്തിങ്കൽ അമ്മാറു ചെന്നു സുഖിച്ചു വാണിടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പൊക്കിതു ഘോഷിച്ചിതങ്കനമാർ വിലാപങ്ങളും. വൃത്താന്തമാഹന്ത കേട്ടു ദശാസ്യനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ. വജ്രഹസ്താരി പ്രബലൻ മഹാബലൻ വജ്രദംഷ്ടനു തന്നെ പോക യുദ്ധത്തിനായി. മാനുഷവാനരന്മാരെ ജയിച്ചഭിമാനകീർത്തിയായി വരികയെന്നയച്ചിടിനാൻ. ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജനോടെതിർത്തിടിനാൻ. ദുർനിമിത്തങ്ങളായി ഉണ്ടായതന്നധൃത്യ ചെന്ന കപികളോടേറ്റു മഹാബലൻ. വൃക്ഷശിലാശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാരെ മരിച്ചു മഹാരേണ. ഖഡ്ഗശാസ്ത്രാസ്ത്ര ശക്താദികളേറ്റേറ്റു മർക്കടന്മാരും മരിച്ചാരസഖ്യമായി. പത്തംഗയുക്തന്മാരായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു. രക്തനദികളൊലിച്ചു പലവഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും പരാൽ. താരേയനും വജ്രദംഷ്ടനും തങ്ങൾ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധോ. വാളും പറിച്ചുടൻ വജ്രദംഷ്ടൻ ഗളനാദം മുറിച്ചെറിഞ്ഞിടിനാൻ അങ്കദൻ. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേകുമകമ്പമന് തന്നവന്. വൻപടയോടും അയച്ചാനതുനേരം കമ്പമുണ്ടായിതു മേദിനിക്കന്നേരം. ദുഷ്യവനാരി പ്രവനകമ്പകൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. വായുതനയനോടേറ്റവും നിജകായം വെടിഞ്ഞു കാലാലയം മേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മാലോകരും പാരംഭയം പെരുത്തു ദശകണ്ഠനും. സഞ്ചരിച്ചാൻ നിജരാക്ഷസസേനയിൽ പഞ്ചദ്വയാസനം കണ്ടാനതുനേരം. രാമേശ്വരത്തോടു സേതുവിന്മേലുമൻ രാമദേശാന്തം സുബേലചലോപരി വാനരസേന പരന്നതും കൊട്ടക ലൂനമായി വന്നതും കണ്ടോരനന്തരം.
ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്നു കൽപ്പിച്ച നേരവൻ വന്നു കൂപ്പിനാൻ. നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടക്കാരുമില്ലായ്കയോ. ചെല്ലുന്ന രാക്ഷസ വീരരെ കൊല്ലുന്നതും കണ്ടിങ്ങരിക്കയില്ലെങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷവാനരെ കൊന്നയെടുക്കുവാൻ. പോകുന്നതാരെന്നു ചൊൽകെന്നു കേട്ടവൻ, പോകുന്നതെന്നു ഞാനെന്നു കൈകൂപ്പിനാൻ. തന്നെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനാം പ്രഹസ്തൻ മഹാരഥൻ. കുംഭകനും മഹാനാഥനും ദുർമുഖൻ ചമ്പാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ 4 തിങ്ങിന വൻപടയോടും നടന്നിതു. ദുർനിമിത്തങ്ങൾ ഉണ്ടായതു കണ്ടവൻ തന്നകതാരിലുറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു പാവകപുത്രനോടേറ്റോരനന്തരം. മർക്കടന്മാർ ശിലാവൃക്ഷചലം കൊണ്ടു രക്ഷോഗണത്തെ ഒതുക്കിത്തുടങ്ങിനാർ. ചക്രഖഡ്ഗപ്രാസ ശക്തിശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തിവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളായൊക്കെ ഒലിക്കുന്നു. ഹംഭോജ സംഭവ നന്ദനൻ ജാംബവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ. നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു കാലപുരിക്കുന്നിരുന്നരുളിയിടിനാൻ. സേനാപതിയും പടയും മരിച്ചതും മാനിയാം രാവണൻ കേട്ടു കോപാന്തനായി. ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം. ജയ് ഹനുമാൻ ജയ് ഹനുമാൻ ജയ് ഹനുമാൻ.